ഫ്രണ്ട്സ്, ഞാൻ അശ്വതിയാണ്. നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒന്നരാടമാണ് സ്റ്റോറി പോസ്റ്റ് ചെയ്യുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ഞങ്ങൾക്കിപ്പോൾ എക്സാം അടുത്തിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനിലും കാര്യത്തിലും ആയിരുന്നു. അപ്പോൾ ഇന്ന് മുതൽ ഡെയിലി സ്റ്റോറി തരാൻ ശ്രമിക്കുന്നല്ല, മാക്സിമം തരും. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും നമ്മുടെ സ്റ്റോറി കേട്ട് കഴിഞ്ഞൊരു കമൻറ്റ് ഇടുക. എങ്ങനെയാണ് നമ്മുടെ സ്റ്റോറിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളുടെ അഭിപ്രായം പറയുക. നിങ്ങളുടെ സന്തോഷം പ്രകടിപ്പിക്കുക. ഇതൊക്കെയല്ലേ ഞങ്ങൾക്കും വേണ്ടത്. അപ്പൊ എല്ലാവരും ഓരോ കമന്റും ഒരു ലൈക്കും തരുക. സ്റ്റോറിയിലേക്ക് പോവാം. എന്നെ സാറിന്റെ കൂടെ കിടത്തണം. ബെഡിലേക്ക് ചൂണ്ടി അവള് പറഞ്ഞു. സഞ്ജു കൈകെട്ടി നിന്ന്. എന്തേ ഇപ്പൊ പെട്ടെന്നൊരാഗ്രഹം? പാതിരാത്രി എങ്ങാനും പനി കൂടിയാലേ സാറിനെ ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തണ്ടല്ലോ. ഇതാവുമ്പോ ഞാൻ അടുത്ത് തന്നെയുണ്ടല്ലോ. അപ്പൊ ഇന്നൊരു ദിവസത്തേക്ക് മതിയോ? സഞ്ജു ചോദിച്ചപ്പോ ആമി അവനെ പാടി നോക്കി. സഞ്ജുവിന് ചിരി പൊട്ടി. ശരി ശരി, എന്തേലും കാണിക്ക്. സഞ്ജു സമ്മതിച്ചു. പെണ്ണ് മിസൈൽ പോലെ പുറത്തേക്ക് ഓട്ടമായ കണ്ണടച്ച് തുറക്കുമുണ്ട് പാൻ എത്തുകയും ചെയ്തു. ഇപ്പൊ കഴിയും അവളുടെ തലങ്ങണിയും പൊതുപ്പുണ്ട്. സാർ ഇപ്പുറത്താണോ അതോ അപ്പുറത്താണോ? അവള് ചോദിച്ചു. ദേ ഇവിടെ. അവൻ കിടക്കുന്ന സ്ഥലം തൊട്ട് കാണിച്ചു. ആമി അതിനപ്പുറം കയറി കിടന്നു. ഷോ, ഇത് നല്ല പതുപതുത്ത് മെത്തയാണല്ലോ. എന്റേത് ഭയങ്കര സ്ട്രോങ്ങാ, ഒട്ടും കംഫർട്ടബിളും അല്ല. എനിക്ക് ആ ബെഡ് തന്നിട്ട് സാറിവിടെ ഒറ്റയ്ക്ക് സുഖിക്കുമായിരുന്നല്ലേ. ആമി ചരിഞ്ഞു കിടന്നു. താമര പോലെ വിടർത്തി അതിൽ താടി വെച്ച് അവനെ ഉറ്റുനോക്കി. ദേ, കണ്ണടച്ച് കിടന്ന് ഉറങ്ങാനാണെങ്കിൽ കിടന്നോ, ഇല്ലെങ്കിൽ പിടിച്ച് പുറത്താക്കിഞ്ഞ. അയ്യോ വേണ്ട. അവൻ ഭീഷണി മുഴക്കി. ആമി നേരെ കിടന്ന് പൊതുപ്പ് വിട്ടു. ലൈറ്റ് ഓഫാക്കി അവനും കിടന്നു. ആദ്യത്തെ 1-2 മിനിറ്റ് ആമി മിണ്ടാതെ കിടന്നെങ്കിലും ഒട്ടും പറ്റാതെ വന്നപ്പോൾ ആമി വീണ്ടും അവന്റെ നേരെ തിരിഞ്ഞു. സാർ ഉറങ്ങിയോ? ഉറങ്ങിയെങ്കിൽ അത് ഞാൻ ഇനി മുതൽ ഇവിടെ കിടന്നോട്ടെ. വേണ്ട. അതെന്താ? ഒറ്റക്കിടക്കാൻ പേടിയൊന്നുമില്ലേ? നിന്നെപ്പോലെ ഇല്ലാത്ത പ്രളയത്തിന് പേടിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. അതുകൊട്ടെ, ഇനി അങ്ങോട്ട് ഇങ്ങനെ മതി. നമുക്ക് 1-2 പറഞ്ഞ് ഇങ്ങനെയൊക്കെ കിടക്കാന്നേ. ആമി അവന്റെ ടീഷർട്ടിന്റെ കൈ പിടിച്ചു വലിച്ചു. സഞ്ജുവിനെ അവളുടെ സംസാരം പ്രവൃത്തികളൊക്കെ ചിരിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എത്ര നാളെന്ന് വെച്ച് ഇങ്ങനെ 2 മുറി കിടക്കും? ഒരു മുറിയിൽ മാത്രം ലൈറ്റും ഫാനും കറങ്ങേണ്ടതിന് പകരം 2 മുറിയിൽ ലൈറ്റും ഫാനും ഓണാക്കിയിടാന്ന് വെച്ചാ ഷോ, എന്തോരം കറണ്ട് പോകും. ആമി വലിയ കാര്യമായിട്ട് പറയുന്നുണ്ട്. എന്റെ പൊന്നഭിരാമി, ഇങ്ങനെയാണ് നീ നിന്റെ മുറിയിലേക്ക് തന്നെ പൊക്കോ. അല്ല പിന്നെ. സഞ്ജു ചെവി പൊക്കി. എന്റെ സൗണ്ട് സാറിന് ഇഷ്ടമല്ലേ? ആമി ചുണ്ടു ചുളുക്കി. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. വേണ്ട വേണ്ട, അല്ലതും പറയാതെ പറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ സൗണ്ടും ഞാൻ സംസാരിക്കുന്ന ഒന്നും സാറിന് ഇഷ്ടമല്ല. അഭിരാമിനോട് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ ഈ വക സംസാരമൊന്നും എനിക്ക് കേൾക്കരുതെന്ന്. സഞ്ജു മുഖം ചരിച്ച് ദേഷ്യത്തിൽ പറഞ്ഞു. ആമി പിന്നീടേക്ക് മുഖം പൊഴുത്തി. അടുത്ത നിമിഷം പൊക്കുകയും ചെയ്തു. സാറെന്തിനാ ഇങ്ങനെ അഭിരാമി അഭിരാമി എന്നെ വിളിക്കുന്നത്? പിന്നെ നിനക്ക് വേറെ പേരുണ്ടോ? ഞാൻ പറയുന്ന പോലെ എന്നെ വിളിച്ചാൽ മതി. അതെന്താണാവോ? ആമി, അഭിരാമിയിലെ ആമി. എന്റെ അച്ഛനും അമ്മയെ എന്നെ വിളിച്ചിരുന്നത് അങ്ങനെയാ. ആമിയുടെ കണ്ണുകൾ തിളങ്ങി. ഞാനേ എനിക്കിഷ്ടമുള്ളതേ വിളിക്കും. സഞ്ജു തിരിഞ്ഞു കിടന്നു കളഞ്ഞു. കട്ടീസ്. ആമി വീർപ്പിച്ച കവിളി കൈ ചുരുട്ടിയിടിച്ച് ശബ്ദം ഉണ്ടാക്കി. സമയം ഇഴഞ്ഞു നീങ്ങിയിട്ട് ഇരുവരെ ഉറക്കം മൂടിയില്ല. ആമി പിന്നെ പകൽ ഒരുപാട് ഉറങ്ങിയതുമാണ്. മാത്രമല്ല, സമയം പിന്നിട്ടപ്പോ ഫാനിന്റെ കാറ്റിൽ ആമിയുടെ കയ്യും മുഖം കാലും തണുത്തുറഞ്ഞു പോയിരുന്നു. അവള് കൈകൾ കൂട്ടിത്തിരുമ്പി പുതപ്പിനുള്ളിൽ ചുരുട്ടു. ആ നെരുക്കത്തിന് മുകളിൽ സഞ്ജു തിരിഞ്ഞൊന്ന് നോക്കി. ആമിയുടെ ദേഹം ചെറുതായിട്ട് വിറയ്ക്കുന്നത് കണ്ട് അവൻ പുതപ്പ് മാറ്റി അവളുടെ മുഖത്തൊന്ന് തൊട്ടു. തണുക്കുന്നുണ്ടോ? അവനെ ആർദ്രമായി ചോദിച്ചു. ആമി മറുപടിയായി ഒന്ന് മൂളിക്കൊണ്ട് അവന്റെ ചൂടുള്ളത് കവിളിലേക്ക് ചേർത്ത് വെച്ചു. ഇന്നൊരു ദിവസത്തോട്ട് ഞാനൊന്ന് കെട്ടിപ്പിടിച്ച് കിടന്നോട്ടെ, തണുത്തിട്ട് വയ്യ. അവളുടെ ചുണ്ടുകൾ കളിച്ചു. ഇത്ര നേരം കണ്ട ആമിയല്ലപ്പോ. സഞ്ജു അരങ്ങിയില്ല. ആമി അവന്റെ പുതപ്പ് മാറ്റി അവന്റെ നെഞ്ചിലെ കുട്ടി. ശ്വാസനാളം തെറ്റിയ നിമിഷം അവളെ തള്ളി മാറ്റാൻ ഒരുങ്ങവേ ആമിയുടെ കൈകൾ അവന്റെ വയറിനോട് വട്ടം പിടിച്ചു. മുഖം
അവന്റെ കവിളത്തിലമർന്നു. കാലിന്റെ വിരലിൽ അവളുടെ തണുത്തുറഞ്ഞ വിരലി കോർത്തു. സഞ്ജു ആ മായ വലയത്തി വീണുപോയി. എപ്പോഴും ആമയുടെ മുഖം കൈകളിലേക്ക് കയറ്റി വെച്ച് പിൻകഴുത്തിൽ കൈ അഴിച്ചു. അവളുടെ വിടർന്ന ഇടുപ്പിലൂടെ ചുറ്റുപിടിച്ച് നെഞ്ചിലേക്ക് ചേർത്തു. തന്നിലെ ചൂട് മുഴുവനായി അവൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട് അവൾക്കൊപ്പം അവനും ഉറങ്ങി. ആമയും സഞ്ജു ഗാഠമായ ഉറക്കത്തിലായിരുന്നു, ചുറ്റുമുള്ളതൊന്നും അറിയാതെ. ഇടയ്ക്ക് കണ്ണു പോലും തുറക്കാൻ കഴിയാതെയുള്ള സുഖമായ ഉറക്കം. ആ ആഴമുള്ള ഉറക്കത്തെ ഭേദിച്ച് സഞ്ജുവിന്റെ ഫോണ് ബെല്ലടിച്ചു. ഒരു വട്ടം മുഴുവൻ റിങ് ചെയ്തിട്ട് സഞ്ജു അത് അറിഞ്ഞതുപോലുമില്ല. പിന്നെ റിങ് ചെയ്യാൻ തുടങ്ങി. ആദ്യം അറിഞ്ഞത് ആമിയാണ്. അവൾക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല. എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും. ശരീരം അനക്കാൻ പോലും വയ്യാത്ത രീതി ആരോ മുറുക്കി പിടിച്ചിട്ടുണ്ടെന്ന് അറിയവേ ആമിയൊന്ന് തലചരിച്ച് നോക്കി. ജനലിന്റെ ചില്ലിലൂടെ വെളിയിലുള്ള വെളിച്ചം ഇന്നകത്തേക്ക് കിട്ടുന്നുണ്ട്. അതിലൂടെ സഞ്ജുവിന്റെ മുഖവും അവള് കണ്ടു. ആമി മലർന്നു കിടക്കുകയാണ്. അവളുടെ വയറിലൂടെ കൈയിട്ട് ഇടം കാതിലും കഴുത്തിനും ഇടയിലായിട്ടാണ് സഞ്ജുവിന്റെ മുഖം. ആമിയുടെ ഉറക്കം ഇങ്ങോട്ടോ പോയി. ആ കിടക്ക് അവള് വീർപ്പ് പൊട്ടിച്ചു. അപ്പോഴാണ് ഫോണ് ബെല്ലടിക്കുന്ന കാര്യം അവള് ശ്രദ്ധിക്കുന്നത്. സാർ, ദേ എഴുന്നേൽക്ക്, ഫോൺ അടിക്കുന്നു. ആമി അവന്റെ കൈ പിടിച്ചു കുളിക്കുക. സഞ്ജു ഉറക്കത്തില്ലേ അവളുടെ കാതും മുഖം ഉരച്ചപ്പോ ആമി പൊളഞ്ഞു പോയി. അവന് ഉറക്കം വിട്ടിട്ടില്ലെന്ന് മനസ്സിലായി. കയ്യിലടിച്ചു മുളിച്ചു. സഞ്ജു പതുക്കെ കണ്ടവന്നു. ഫോൺ അടിക്കുന്നു. കുറെ നേരമേ. അത് കേട്ട് അവൻ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ്. അവളെ കെട്ടിപ്പിടിച്ചത് താൻ കിടന്നതെന്ന് മനസ്സിലായി. അവനൊരു വെപ്രാളത്തിൽ എഴുന്നേറ്റ് ഫോൺ എടുത്തു. കൂടെ ആമി എഴുന്നേറ്റിരുന്നു. ആ സമയത്ത് ഇങ്ങനൊരു ഫോൺ കോൾ വന്നു. ആർക്കായാലും ഉണ്ടെന്ന് കാളില്ലേ എന്നാ തൊട്ടപ്പുറത്തുനിന്ന് കേട്ടതിന്റെ ഷോക്കിൽ സഞ്ജു പെട്ടിന്ന് എഴുന്നേൽക്കുക. റൂമിലെ ലൈറ്റ് ഇടുകയും അതുകൂടി ചേരുന്നു. ആമിക്കും ടെൻഷനായി. ഇനി സീനിയമ്മക്ക് എന്തെങ്കിലും. അവള് നെഞ്ചി കൈവച്ചു. അപ്പോഴേക്ക് സഞ്ജു കോർന്ന് വെച്ചു. എന്താ, ആരാ വിളിച്ചത്? ആമി. അവന് നേരെ ബെഡിൽ മുട്ടുമുട്ടിയിരുന്നു. കുസാറ്റിൽ PhD ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ പഠിച്ചൊരു ബാച്ചിലർ ഒരാളാ വിളിച്ചത്. കൂട്ടത്തിൽ ഒരുത്തന്റെ അമ്മ മരിച്ചത്. കഷ്ടമുണ്ട്. അവൻ നെറ്റിക്ക് കൈവച്ചു. സ്വന്തം എന്ന് പറയാൻ അവന് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കിടപ്പിലുമായിരുന്നു. അവനത് പറയുന്നത് കേട്ടു. ആമിക്കും സങ്കടമായി. സാർ കാണാൻ പോകുന്നില്ലേ? പിന്നെ പോവാതെ. അവന്റെ ബന്ധുക്കളൊക്കെ കണക്കാ. ഒരാവശ്യം പറയാനും നടത്തി കൊടുക്കാനും ഞങ്ങളും കൂട്ടുകാരൊക്കെ ഉണ്ട്. എന്താ ചെയ്യാ? അവൻ നെടുവേർപ്പിട്ടുണ്ട്. ഫ്രഷ് ആനായിട്ട് ബാത്റൂമിലേക്ക് കയറി. ആമി ക്ലോക്കിലേക്ക് നോക്കി. സമയം 5 കഴിഞ്ഞു. ഇനിയിപ്പൊ കിടന്നാലും ഉറക്കം വരില്ല. പനിയൊക്കെ എനിക്ക് നല്ലതുപോലെ മാറിയിട്ടുണ്ട്. ഇപ്പൊ അസ്വസ്ഥതയൊന്നുമില്ല. അവള് ബെഡ് ഒരുക്കി മുടി വാരിക്കെട്ടി അടുക്കളയിൽ പോയി 2 ചായ ഇട്ടു. സഞ്ജുവിനെ അടുക്കളയിലേക്ക് കൊണ്ടുവരുന്നു. അവൾ ഷർട്ടിന്റെ ബട്ടൺസ് ഇടുകയായിരുന്നു. ഞാനും കൂടി വരണോ? വേണ്ട, നിന്നെ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. മാത്രമല്ല നീ അവിടെ ഒറ്റയ്ക്ക് പെട്ടുപോവുകയും ചെയ്യുള്ളൂ. അവൻ മുടി ചീകുന്നതിലേക്ക് പറഞ്ഞു. അവന് പിന്നെയൊന്നും പറഞ്ഞില്ല. അവനെ തന്നെ നോക്കി നിന്നു. അഭിരാമിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയുണ്ടോ? അവളുടെ കയ്യിൽ ചായ വാങ്ങും. സഞ്ജു ചോദിച്ചു. ഒരുപാട് വൈകൂ. വല്ലാതിരുട്ടും മുന്നേ ഞാൻ വരാം. സഞ്ജു ഉറപ്പ് കൊടുത്തു. വീടിന്റെ താക്കോല് നീ കൊണ്ടുവയ്ക്കും. നന്നായിട്ട് കൂട്ടിയിട്ട് വേണം പോകും. രാവിലെ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ കോളേജ് ക്യാൻറ്റീനിൽ വല്ലതും വാങ്ങിച്ചു കഴിച്ചോ. ഇത് പിടിക്കേ. സഞ്ജു അവൾക്കൊരു 500 നോട്ട് എടുത്തു കൊടുത്തു. ഇത്രയും വേണ്ട. ആ സാരമില്ല, നീ വെച്ചോ. അവൻ അവളുടെ ഉള്ളം കൈ വെച്ചു കൊടുത്തു. ഞാൻ ഇറങ്ങുവാ. ഉറക്കം വരുന്നെങ്കിൽ പോയി കിടന്നു. വാലടിച്ചു. എത്തുമ്പോ വിളിക്കണേ. ആമി പറഞ്ഞു. സഞ്ജു തിരിഞ്ഞു നോക്കിക്കൊണ്ട് തലയാട്ടി. അവന്റെ കാറ് മറഞ്ഞു പോയി. ആമി വാതിലടിച്ച് റൂമിലേക്കും പോയി. ഇനി എന്തായാലും ഉറക്കം വരുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് അവള് ബുക്ക് എടുത്ത് വെച്ച് പ്രോബ്ലം ചെയ്ത് പിടിച്ചു. ഇടയ്ക്ക് വെച്ചൊന്നും മയങ്ങിപ്പോയെങ്കിൽ 7 മണിക്ക് എഴുന്നേറ്റ് ചായയും പഴംപാട്ടും ഉണ്ടാക്കി കഴിച്ചു. അതും കഴിച്ചു അല്പം നേരത്തെ തന്നെ ക്ലാസ്സിലേക്ക് ഇറങ്ങി. ബസ്സിന് പോയി സ്റ്റോപ്പിൽ ഇറങ്ങുമ്പോൾ അതേ സ്റ്റോപ്പിൽ അവളുടെ ഫ്രണ്ട്സ് ഇരിക്കുന്നത് കണ്ടു. ഹാമി ബസ്സിൽ കണ്ട് അവർക്കും അതിശയം. സാർ എവിടെ? രേവതി ചോദിച്ചു. സാറിന്റെ ഫ്രണ്ടിന്റെ അമ്മ മരിച്ചത്ര.
വെളുപ്പിന് പോയി, ഇനി രാത്രിയെ വരും. അല്ല, നിങ്ങൾ എന്താ ക്ലാസ്സിൽ വരുന്നില്ലേ? ക്ലാസ്സിൽ കയറാനേ തോന്നുന്നില്ല. ഞങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കുമായിരുന്നു. നീ വന്നിട്ട് നിന്നോട് കൂടി പറയണ്ടേ? എന്തായാലും സാറ് കൂടി ഇല്ലാത്തോണ്ട് ഇന്നാ പറ്റിയ ദിവസം. വിഷ്ണു കൈകൂട്ടി തിരുമ്പി. എന്ത് പ്ലാൻ? അടുത്ത വീക്ക് മുതൽ ഇനി എക്സാം, അതുകൊണ്ട് നിന്ന് തിരിയാൻ സമയം ഉണ്ടാവില്ല. അതിനു മുമ്പ് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഔട്ടിംഗ് ആയാലും. പ്രത്യേകിച്ചൊന്നുമില്ല. ആദ്യം ലുലുവിലേക്ക്, അവിടെ കറങ്ങിയടിച്ച് ഒരു സിനിമ, പിന്നെ ഷോപ്പിംഗ്, ഉച്ചക്ക് ലഞ്ച്, അത് കഴിഞ്ഞ് ഈവനിങ് ബീച്ചിലേക്ക്. ഇരുട്ടുന്നതിന് മുന്നേ വീട്ടിൽ പോവുകയും ചെയ്യാം. ഞാനില്ല, എന്നെ വിട്ടേക്ക്. ഹാബി പ്ലാൻ കേട്ട ഉടനെ കൈയൊഴിഞ്ഞു. ഹാബി പ്ലീസ് ഡാ, അങ്ങനെ പറയല്ലേ. വല്ലപ്പോഴും അല്ലേ ഫ്രണ്ട്സൊക്കെ ഒരുമിച്ചൊന്ന് പുറത്തു പോവുക. അതും എത്ര നാളായി. ഒരു തവണ മൂവിക്ക് പോവാന്ന് വെച്ചപ്പോ അതും ചീറ്റി. ലീന പരിതപിച്ചു. സാറങ്ങാലും പറഞ്ഞ എന്നെ വെറുതെ വിടില്ല. പോരാത്തതിന് എക്സാമും. പോകണമെന്നുണ്ടെങ്കിൽ ഹാമിക്കൊരു മടി. വേണ്ടടാ, അവളെ വിളിക്കണ്ട. അവൾക്കിപ്പോ സാറിന് മതി, നമ്മളൊക്കെ പുറം പോക്ക്. വാ, ക്ലാസ്സിലേക്ക് തന്നെ പോകും. വിഷ്ണു വിനീതിനെ മറ്റുള്ളവരെ വിളിച്ച് എഴുന്നേറ്റ് പോയി. ഹാമിയോട് തറഞ്ഞു നിന്നു. അവരുടെ കൂടെ പോണമെന്നുണ്ട്. സാറിനോട് വിളിച്ച് പെർമിഷൻ ചോദിച്ചാലോ? മരണ വീട്ടിൽ വെച്ച് എന്റെ സാർ ഫോൺ എടുക്കോ? എടുത്താ തന്നെ ആ അന്തരീക്ഷത്തിൽ വെച്ച് പോകണ്ടെന്ന് പറയും. ഹാമി പിടങ്ങി പോകുന്ന കൂട്ടുകാരെ നോക്കി. പിന്നെ ഒന്നുകൂടി അവർക്ക് മുന്നിലെത്തി. ഞാനും വരാം, ഞാനായിട്ട് ഇനി നിങ്ങളുടെ പോക്ക് മുടക്കണ്ട. അത് പറയുമ്പോ അമ്മയ്ക്കും പിണക്കവാ. വിനീത് അവളുടെ കവിളി പിടിച്ചു വലിച്ചു. ഒരു ദിവസമല്ലേടാ, സാറൊന്നും അറിയില്ല. ഇനി പറഞ്ഞാത്തൊരൊന്നും പറയത്തൂല്ല. സാറ് വരാൻ രാത്രിയാവുന്നല്ലേ പറഞ്ഞേ. അതിനുള്ളിൽ നീ വീട്ടിലെത്തും. അവര് വാക്ക് കൊടുത്തു പിടിക്കട്ടെ. ആമയും ഡബിളൊക്കെ 6 പേർ കോളേജിന് എതിർവശത്തേക്കുള്ള ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ഇടപ്പള്ളിയിലേക്കുള്ള ബസ്സും കയറി. തുടരും. രാവിലെ സ്ഥലത്തെത്തി. ആമയെ വിളിച്ചില്ല. പിന്നെ അങ്ങോട്ട് തിരക്കായിരുന്നു. മരണ വീട്ടിലെ ചടങ്ങുകൾ ഏകദേശം ഒന്ന് ഒതുങ്ങിയപ്പോ തന്റെ പരിചയക്കാരോട് സംസാരിച്ച് നിൽക്കി വരുന്ന സജ്ജ. അപ്പോഴാണ് പോക്കറ്റിൽ കിടന്ന ഫോൺ റിങ് ചെയ്യുന്നത്. സ്ക്രീനിൽ നോക്കിയപ്പോ ശില്പയാണ്. എന്തെങ്കിലും അത്യാവശ്യത്തിനല്ലാതെ അവൾ വിളിക്കാറില്ല. അങ്ങനെ എന്തെങ്കിലും ആണെന്ന് കരുതിയാണ് സജ്ജ് കോൾ എടുത്ത് കുറച്ചങ്ങോട്ട് മാറി നിന്നു. ഹലോ, പറയ് ശില്പ. നീ ഇന്ന് ലീവാണോ സഞ്ജയ്? എന്തു പറ്റി? ഞാൻ എറണാകുളത്താണോ. എന്റെ ഫ്രണ്ടിന്റെ അമ്മ മരിച്ചു. അയ്യോ, ആണോ? അപ്പൊ അഭിരാമിയും കൂടെ ഉണ്ടോ? അവളെയും കണ്ടില്ല. അഭിരാമിയോ? അവള് കോളേജിൽ വന്നില്ലേ? സഞ്ജുവിന്റെ മുഖം മാറി. ഇല്ല, ഇന്ന് ആബ്സെന്റ് ആണല്ലോ. ഇന്ന് ഞാൻ കോളേജിൽ പോകാൻ പറഞ്ഞതാണല്ലോ. രാവിലെ വിളിച്ചപ്പോ റെഡിയാവാന്നും പറഞ്ഞു. ഇനിയിപ്പോ ചിലപ്പോ എന്തെങ്കിലും വൈകായിക വന്നോ ആവും. സഞ്ജുവിന് ടെൻഷനായി. അങ്ങനെയാണെങ്കിൽ നിന്നോട് പറയില്ലേ? അത് മാത്രമല്ല, അഭിരാമി മാത്രമല്ല, അവളുടെ ഫ്രണ്ട്സ് 5 പേരും ഇന്ന് ആബ്സെന്റ് ആണ്. ഇത് പിള്ളേര് പ്ലാൻ ചെയ്ത് ഇങ്ങോട്ട് മുങ്ങിയതാ. ശില്പ ചിരിച്ചുകൊണ്ട് അത് പറഞ്ഞതെങ്കിൽ സഞ്ജുവിന്റെ മുഖം വലിഞ്ഞു മുറുകിയാ ചെയ്യില്ല. കൊടുക്കും ഒരു വാക്ക് പോലും പറയാനേ. ശില്പയുടെ കോള് കട്ടിയത് അവനെ അമ്മയുടെ നമ്പറിലേക്ക് വിളിച്ചു. തുടരും.